സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു പെൻഡിങ്ങിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. പെൻഡിങ് മാത്രം കാണിക്കും, എന്നാൽ ആപ്പ് ഇൻസ്റ്റാൾ ആവത്തില്ല. അത് മാത്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മുകളിൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദ ജനറൽ നെറ്റ്വർക്ക് പ്രിഫറൻസസ് ഒതൻറ്റിക്കേഷൻ ഫാമിലി എബൌട്ട് എന്ന് ഇവിടെ 5 കാണും. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് ക്ലിക്ക് ചെയ്യണം, രണ്ടാമതായി നെറ്റ്വർക്ക് പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ 3 അടിയിലായിട്ട് കാണും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് നമ്മൾ ഓവർ എനി നെറ്റ്വർക്ക് എന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ടാമത് നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓവർ വൈഫൈ ഓൺലി എന്നായിരിക്കും മിക്കവരുടെയും ഫോണിലുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഡോൺ ഓട്ടോ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ഇഷ്യൂ ഉള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ മൂന്നാമത്തെ കാണും ഓട്ടോ പ്ലേ വീഡിയോസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഡോണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക. അത്ര നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ പരിപാടി. എന്ത് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് സെറ്റിങ്സ് എടുക്കുക, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്സിൻ്റെ സെക്ഷൻ എടുക്കുക. ഓക്കെ, ആപ്പ് എവിടെയാണുള്ളത്, ഓരോരുത്തരുടെ ഫോണിൽ ഓരോരോ സെക്ഷനിലാണ്. ചിലർ അഡീഷണൽ സെറ്റിങ്സിൻ്റെ അവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മാനേജ് ആപ്സിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ അടിയിൽ കാണും ക്ലിയർ ഡാറ്റ. ഇത് ചിലപ്പോൾ ചിലവരുടെ ഫോണിൽ ഫോർസ് സ്റ്റോപ്പ് എന്നായിരിക്കുന്നുണ്ടാവുക, അതും ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ നമ്മുടെ സംഭവം കഴിഞ്ഞു. ഇനി ജസ്റ്റ് നിങ്ങളിത് ഇവിടെ റിഫ്രഷ് അടിക്കുക, ഇതേപോലെ ഇതൊന്ന് എടുത്ത് കളയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ഓക്കെ, പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മളത് ഏത് ആപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ ഞാനത് ഇവിടെ ബ്രെയിൻ ഗെയിംസ്, ബ്രെയിൻ ടെസ്റ്റ്, ഓക്കെ, ഞാനത് നമ്മുടെ ഒരു ആപ്പ് എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഇപ്പോഴും പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ജസ്റ്റ് ഇത് ആവണില്ലല്ലോ പറഞ്ഞിട്ടിരിക്കരുത്, ഇത് കുറച്ച് സമയമായ വരും. ഇത് കണ്ടോ, അപ്പോൾ വന്നിട്ടുണ്ട്. ഇതേ ബ്രെയിൻ ടെസ്റ്റ് ട്രിക്ക് ആ ഒരു ആപ്പ് ഇതേ ഇവിടെ നിങ്ങൾക്ക് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ അത്യാവശ്യം ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിടുമ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.